കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ നമ്മൾ ഇന്ന് എന്തുണ്ടാക്കാൻ പോണേന്നറിയോ? അപ്പോൾ നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് എലിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോണത്. അതും മത്തങ്ങ വെച്ചിട്ടാണ് എലിശ്ശേരി ഉണ്ടാക്കുന്നത്. എലിശ്ശേരി പല സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കും. നമ്മളിന്ന് മത്തങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കായ ചേനയൊക്കെ വെച്ചിട്ട് എലിശ്ശേരി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓണത്തിന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു വിഭവം തന്നെയാണ് നമ്മുടെ മത്തങ്ങയും പയറും എലിശ്ശേരിയും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പം നെൽശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 250ഓളം വരുന്നൊരു മത്തങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത മത്തങ്ങ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എലിശ്ശേരി നമ്മൾ കായ ചേന ഒക്കെ വെച്ചിട്ടുണ്ടാക്കും. അപ്പം നമ്മളിന്ന് മത്തങ്ങയും പയറും വെച്ചിട്ടാണ് എലിശ്ശേരി ഉണ്ടാക്കാൻ പോണേ കേട്ടോ. അപ്പോൾ നമുക്കിത് ഇന്ന് കഷ്ണങ്ങളാക്കിയിട്ട് വരാം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ പയർ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. പയർ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പയർ ഞാൻ ഇന്നലെ ഇട്ട് വെച്ചതാണ്. അപ്പോൾ ഒരൊറ്റ വിസിലടിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. പയർ ഞാൻ കുക്കറിലിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് വേവിക്കാം. അപ്പോൾ അതിന് മുന്നേ ഒരു 3 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് വേവിച്ചിട്ട് വരാം. മത്തങ്ങ കഷ്ണങ്ങളാക്കി വന്നിട്ടുണ്ട്. ഇതുപോലെ സ്ക്വയർ ആക്കിയിട്ട് വന്നിട്ടുണ്ട്. തൊലി ഞാൻ അധികം കളഞ്ഞിട്ടില്ല കേട്ടോ. ചെറുതായിട്ടൊന്നും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ പയർ ഒറ്റ വിസിലടിക്ക് ഒരു പകുതി വേവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കഷ്ണങ്ങളായിട്ടുള്ള മത്തങ്ങ ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഈ കഷ്ണം കൂടി ഒന്ന് വെന്ത് കിട്ടണ്ടേ. ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതൊന്ന് ഒരൊറ്റ വിസിലിൽ നമുക്ക് മത്തങ്ങ ഒന്ന് വെന്ത് കിട്ടും കേട്ടോ. മത്തങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. കഷ്ണങ്ങൾ വേവുമ്പോഴേക്കും നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ കുറച്ച് തേങ്ങ എടുക്കുക. നമുക്കൊരു 1/2 കപ്പ് തേങ്ങ എടുക്കാം. തേങ്ങയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 4 വെളുത്തുള്ളിയും ഒരു 4 ചുവന്നുള്ളിയും ഒരു വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. നന്നായി അരച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മത്തങ്ങയൊക്കെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് അരച്ച് വെച്ചിട്ടുള്ള അരപ്പില്ലേ, അത് നമുക്കൊന്ന് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അരപ്പ് ഒഴിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലിപ്പോൾ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. ചാറോടക്കണ വേണമെങ്കിൽ നമുക്ക് ചാറോടെടുക്കാം. എലിശ്ശേരി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ചാറും ഇങ്ങനെ ഒരു കട്ട പിടിച്ചിട്ടുള്ളൊരു മോഡലല്ല. ഇനിയിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് തേങ്ങ ഒന്ന് വേവിക്കുന്ന വിധത്തിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായി തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാച്ച് ഒഴിക്കാം. ആദ്യം ഒരു പാൻ വെച്ചിട്ട് പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ നമുക്ക് ഒന്നിതിൽ വറുത്തെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്നൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് കേട്ടോ, ഒരു പിടി മാത്രം എടുത്തിട്ടുള്ളൂ. ഞാനതൊന്ന് ജസ്റ്റ് ഇതിലൊന്ന് വറുത്തെടുക്കട്ടെ. ഒന്ന് ചെറുതായിട്ടൊന്നൊരു ചെറിയൊരു ബ്രൗൺ കളർ വരിക വേണ്ട കേട്ടോ. അപ്പോൾ തേങ്ങയുടെ നിറമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മത്തങ്ങയും പയറും കുക്കറിലുള്ളത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എലിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തേങ്ങയൊക്കെ എല്ലാ ഭാഗത്തേക്ക് എത്തണ വിധത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കുക വേണ്ട കേട്ടോ. നിങ്ങൾക്ക് നാളികേരം വറുത്തത് വേണമെങ്കിൽ വറുത്തിട്ടില്ലെങ്കിൽ വറവിടുമ്പോൾ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. പക്ഷേ നാളികേരം വറുത്തത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കറി തന്നെയാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഓണത്തിന് എന്തായാലും മത്തങ്ങ വെച്ചിട്ട് നിങ്ങൾ എലിശ്ശേരി ഉണ്ടാക്കി നോക്കി നോക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം വരാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.